മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ധാരാളം വ്യക്തികൾ അവരുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് ഇവിടേക്ക് വിളിക്കാറുണ്ട്. ഡസൻ കണക്കിന് പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികളുണ്ട്. ഒന്നോ രണ്ടോ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് കാണുന്നവരുണ്ട്. ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്ത് സില്ലിയായ കാര്യങ്ങളെ സീരിയസ് ആയിട്ടെടുത്ത് വിഷമിക്കുന്നവരുണ്ട്. ഇവരെല്ലാം ജഗദീശ്വരൻ നമുക്ക് തന്ന ജീവിക്കാനുള്ള അവസരം, ജീവിക്കാനുള്ള സമയം, ഊർജം, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നല്ല അവസ്ഥ, ഇതെല്ലാം മറന്ന് സെർച്ചിങ് ഫോർ ദ ബ്ലാക്ക് കാറ്റ് വിച്ച് ഈസ് നോട്ട് ദർ ഇൻ ദ ഡാർക്ക് റൂം, ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പുന്നത് പോലെ ജീവിക്കുമ്പോൾ അവരുടെ മനസ്സിലുദിക്കുന്ന സംശയങ്ങൾ, ഭയം, ദുഃഖം, ഇങ്ങനെയുള്ള ചില വികാരങ്ങളാണ്. അതിന് പരിഹാരം കാണാനായിട്ട് ഓരോരുത്തരെ ഫോണിലൂടെയോ വിളിക്കുകയോ പ്രശ്നം വയ്ക്കാൻ പോവുകയോ വേണ്ടതിനും വേണ്ടാത്തതിനും പൂജ നടത്തുക, അവനവൻ്റെ മനസ്സിലെ തളർച്ചയ്ക്ക് പകരം ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലാം ചെന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം മാറുമെന്ന ധാരണ ഉണ്ടാക്കുക. പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല. അവനവൻ്റെ അപകർഷതാബോധവും നിസ്സഹായാവസ്ഥയും തളർത്തുന്നു എന്ന തോന്നലാണ് പലരും തളരാൻ കാരണം. നമ്മൾ നാളത്തെക്കുറിച്ചും ഇന്നലത്തെക്കുറിച്ചും കൂടുതൽ വറി ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവിക്കാനുള്ള സമയവും ഊർജവും അവസരവും നമ്മൾ കളയുന്നു. അതിനെക്കുറിച്ച് മാതാ അമൃതാനന്ദമയി 2014 ജനുവരി മാസത്തിലെ മാതൃവാണിയിൽ നല്ല കുറേ സന്ദേശങ്ങളും കഥകളും തന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാൻ പോവാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു സന്ദേശമാണ് ഇത്. അമ്മയുടെ സന്ദേശം എന്ന് പറഞ്ഞ മാതൃവാണിയിൽ ജനുവരി ഈ മാസം 2014 തന്നിരിക്കുന്ന സന്ദേശമാണ്. മക്കളെ, മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ പലർക്കും വളരെ താല്പര്യമുണ്ട്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് ഇതേ ഗൗരവത്തോടെ ആരും അന്വേഷിക്കുന്നത് കാണാറില്ല. അഥവാ ഈ ജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ തന്നെ അത് ഭാവി എന്തായിരിക്കും എന്നറിയാനാണ് ഏറ്റവും കൂടുതൽ വ്യക്തികൾ ശ്രമിക്കുന്നത്. അവിടെയും ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ നിമിഷത്തെക്കുറിച്ച് അറിയുവാനോ അത് എത്രയും സുന്ദരവും സന്തോഷകരവുമാക്കുവാനുള്ള മാർഗം ആരായുവാനോ ആരും തുനിയാറില്ല. ലിവിങ് ഓൺ ദ പ്ലസന്റ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. വി ആർ ലിവിങ് ഓൺ ദ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറായി പോകുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ ജീവിതത്തിൽ ഈ നിമിഷത്തിൽ എങ്ങനെ ശാന്തി നിറയ്ക്കാം എന്ന് ചിന്തിക്കുന്നതല്ലേ. കയ്യിലിരിക്കുന്ന ഈ നിമിഷത്തെ നഷ്ടമാക്കി നാളെയെക്കുറിച്ച് ആലോചിച്ച് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിയുള്ളവർക്ക് യോജിച്ചതല്ല. പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ തൻ്റെ ഒരേ ഒരു മകൻ്റെ പിറന്നാളിന് നാട്ടിലെത്താമെന്ന് ഭാര്യയ്ക്ക് വാക്കുകൊടുത്തിരുന്നു. 2 ആഴ്ചയെങ്കിലും തൻ്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാമെന്നാണ് അയാൾ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ മേലധികാരി 5 ദിവസത്തെ അവധി മാത്രമേ അനുവദിച്ചുള്ളൂ. ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ വളരെ സന്തോഷിച്ചു. പക്ഷേ 5 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് പോകുമെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് നിരാശയായി. പിന്നെ ഒരു നിമിഷം പോലും ഭർത്താവിനോടൊപ്പം സന്തോഷമായി
ചെലവഴിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മുഴുവൻ സമയവും ഭർത്താവ് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. അങ്ങനെ ആ 5 ദിവസവും അവർക്ക് ദുഃഖപൂർണമായി തീർന്നു. മറിച്ച് ഉള്ള സമയം ഭർത്താവിനോടും മകനോടുമൊപ്പം സന്തോഷിച്ചു കഴിയാൻ അവർ ശ്രമിച്ചിരുന്നു എങ്കിൽ ആ 5 ദിവസം മധുരമായ ഒരനുഭവമായി മാറുമായിരുന്നു. ഇങ്ങനെയാണ് നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതമാകുന്ന അല്പകാലം നാളെയെക്കുറിച്ചും ഇന്നലെയെക്കുറിച്ചുമുള്ള ആകുലതകളില്ലാതെ സന്തോഷമായി കഴിയാൻ തീരുമാനിച്ചാൽ അത്ര കണ്ട് ജീവിതം ധന്യമായി തീരും. പലപ്പോഴും സംഭവിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നതിനെക്കുറിച്ചും സംഭവിക്കാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചും അല്ലെങ്കിൽ ചിലത് സംഭവിക്കാത്തതിനെക്കുറിച്ചും എല്ലാം ചിന്തിച്ച് നമ്മൾ ജ്യോതിഷന്റെ പുറകിലും മന്ത്രവാദത്തിൻ്റെ പുറകിലും അതുപോലെ പൂജകളുടെ പുറകിലും ഇങ്ങനെയുള്ള ഏതിൻ്റെയോ എല്ലാം പുറകെ നടന്ന് നമുക്ക് ധന്യമായി ജീവിക്കാൻ ലഭിക്കുന്ന ജഗദീശ്വരൻ തന്നിരിക്കുന്ന ആ സമയം ഉപയോഗിക്കാൻ പറ്റാതെ കളയുമ്പോൾ അവനവൻ്റെ ജീവിതം ദുഃഖപൂർണമാവാൻ കാരണം അവനവൻ തന്നെയാണെന്ന് തിരിച്ചറിയുക. ഒത്തിരി വ്യക്തികൾ ചൊവ്വാദോഷമുണ്ട്, എൻ്റെ ജാതകം പാപജാതകമാണ്, എൻ്റെ ജാതകം ശുദ്ധജാതകമാണ്, അതിന് പറ്റിയ ഒരാളെ കിട്ടുന്നില്ല, അമ്മ സമ്മതിക്കുന്നില്ല, ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മയും അച്ഛനും എതിർക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് വിളിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. ഈ ജാതകത്തിൽ ഒരർത്ഥവുമില്ല ഇന്ന് നോക്കുന്ന മാതിരി നോക്കുന്നതിൽ, അല്ലാതെ ആരും നോക്കുന്നുമില്ല. അങ്ങനെ നമ്മൾ തന്നെ തെറ്റായ വഴി ഉണ്ടാക്കിയിട്ട് ആ തെറ്റായ വഴിയിലൂടെ നടന്ന് ഞാൻ ദുരിതം അനുഭവിക്കുകയാണെന്ന് പറയുന്നതിന് പകരം ഈ ലോകത്തിൽ നന്മ നിറഞ്ഞ മനസ്സോടുകൂടി, നന്മ നിറഞ്ഞ ചിന്തകളോടുകൂടി, നന്മ നിറഞ്ഞ പ്രവൃത്തികളോടുകൂടി നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജ്യോതിഷമായാലും വാസ്തുവായാലും നല്ല രീതിയിലുള്ള പൂജയായാലും പ്രാർത്ഥനയായാലും വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം ഉപയോഗിക്കുന്നതിന് പകരം അതിലെ നന്മകളിൽ ഒരു ഭാഗമെടുത്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് പരാജയം വരുമ്പോഴെല്ലാം അന്വേഷിച്ചു പോകുന്ന ഒരു വഴിയായി തീർന്നിരിക്കുന്നു ഈ വാസ്തുവും ജ്യോതിഷവും പൂജയും പ്രാർത്ഥനയുമെല്ലാം. നോർമൽ സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല, അതൊന്ന് പഠിക്കാനോ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാനോ ശ്രമിക്കാതെ മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ ചിലരുടെ മുമ്പിൽ ചെന്നിരുന്ന് അയാൾ ഒരു ബാർബറെ പോലെയാ. തലമുടി വെട്ടാൻ ബാർബറുടെ അടുത്ത് പോയാൽ അയാൾ തലമുടി വെട്ടിത്തരും. അതുപോലെയാണ് ഇന്ന് ജ്യോതിഷന്റെയും വാസ്തുശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നവരുടെയൊക്കെ മുമ്പിൽ ചെന്നിരുന്ന് അവർ പറയുന്നതും കേട്ട് അത് അവസാനത്തെ വാക്കാണെന്ന് ധരിച്ച് നമ്മൾ നാളത്തെക്കുറിച്ച് വറി ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് കേരളീയനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കൂടി വരുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ വസ്തുതയാണ്. ഇനി അമ്മ ഇതേപോലെ പറയുന്നത് ശ്രദ്ധിക്കുക. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു, അതിനാൽ ജീവിക്കുന്ന കാലം അത്രയും തിന്നുക, കുടിക്കുക, ആഘോഷിക്കുക എന്ന് വാദിക്കുന്ന ചിലരുണ്ട്. ഭൗതിക വസ്തുക്കൾ സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ അവർ ജീവിതം ആസ്വദിക്കാൻ തന്നെ മറന്നു പോകുന്നു. അന്തമില്ലാത്ത ഈ ഓട്ടത്തിനിടയിൽ അനുവാദത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ പെട്ടെന്നൊരു നാൾ മരണം കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അങ്ങനെയും വേറെ ചിലരുണ്ട്. ക്രിസ്തുമസിനും ഓണത്തിനും വിഷുവിനുമെല്ലാം മദ്യപിച്ച് മാംസവും ചോരയും അടങ്ങുന്നത് കഴിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ച് അവനവന്റെ പ്രവൃത്തി തന്നെ അവനവന്റെ ജീവിതത്തെ നരകതുല്യമാക്കുന്ന രണ്ടാമത്തൊരു വിഭാഗം ജനതയും വിളിക്കാറുണ്ട്. അതിന് പ്രധാന കാരണം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നുള്ള അവസ്ഥയാണ്. അടുത്തത്, മരിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഓരോ ജീവിക്കും ജീവിതം അത്രയും പ്രിയപ്പെട്ടതാണ്. എന്നാൽ ആ ജീവിതം എങ്ങനെ തനിക്കും ലോകത്തിനും സന്തോഷം പകരുന്നതാക്കി മാറ്റാം എന്ന് അവർക്കും അറിഞ്ഞുകൂടാ. അമ്മ ഒരു കഥ ഓർക്കുന്നു. ഒരു ഗ്രാമത്തിൽ ബന്ധുക്കൾ ആരുമില്ലാത്ത ഒരു വൃദ്ധ ഉണ്ടായിരുന്നു. ദിവസവും കാട്ടിൽ പോയി വിറക് കൊണ്ടുവന്ന് ഗ്രാമത്തിലുള്ളവർക്ക് വിറ്റാണ് അവർ നിത്യവൃത്തിക്കുള്ള വക സമ്പാദിച്ചിരുന്നത്. വലിയ ചുമടെടുത്ത് അത്രയും ദൂരം നടന്നു വരുവാൻ അവർ വളരെയധികം ക്ലേശിച്ചിരുന്നു. ക്ലേശം സഹിക്കാനാവാതെ പലപ്പോഴും അവർ മൃത്യുദേവനെ വിളിച്ച് നെടുവീർപ്പിട്ടു.
നെടുവീർപ്പിട്ടുകൊണ്ട് പറയും, എൻ്റെ ജീവൻ എടുത്തെങ്കിലും ഈ ദുരിതത്തിന് ഒരു അറുതി വരുത്തണമേ ദേവ എന്ന്. ഒരു ദിവസം വൃദ്ധ വിറകിൻ്റെ ഭാരം താങ്ങാനാവാതെ അത് താഴെയിട്ടു. മൃത്യുദേവനെ വിളിച്ച് തൻ്റെ ഈ ദുരിതം തീർക്കണേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഒരു ഭയാനക രൂപം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട് അവർ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. ധൈര്യം സംഭരിച്ച് അവർ ചോദിച്ചു, അങ്ങ് ആരാണ് എന്ന്. മൃത്യുദേവനെ പ്രത്യക്ഷപ്പെടുത്തി എന്നുള്ള രീതിയിൽ അമ്മ കഥ പറയുമ്പോൾ മരണം തൊട്ടടുത്ത് നിൽക്കുന്നു എന്ന അർത്ഥം എടുക്കുക. അങ്ങ് ആരാണ് എന്ന് മൃത്യുദേവനോട് ഈ വൃദ്ധ ചോദിച്ചു. ആ ഭീകരരൂപം മറുപടി പറഞ്ഞു, ഞാൻ മൃത്യുദേവനാണ്, നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ വന്നതാണ്. അത് കേട്ട് അവർ ഒന്നുകൂടി, ആ വൃദ്ധ ഒന്നുകൂടി ഭയപ്പെട്ടു. പെട്ടെന്ന് അവർക്കൊരു സൂത്രം തോന്നി. അവർ മൃത്യുദേവനോട് പറഞ്ഞു, സത്യത്തിൽ ഞാൻ അങ്ങയെ വിളിച്ചത് എൻ്റെ ജീവൻ എടുക്കാനല്ല, ദാ ഈ വിറകുകെട്ട് ഒന്ന് തലയിലേറ്റി തരാനാണ്. ഈ കഥ എന്താണ് പഠിപ്പിക്കുന്നത്? എല്ലാവർക്കും ജീവിതം അമൂല്യമാണ്, ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എന്നിട്ടും ജീവിതം കൊണ്ട് നേടേണ്ടതായ സന്തോഷവും സംതൃപ്തിയും നേടാൻ മാത്രം നമുക്ക് കഴിയുന്നില്ല. നമ്മൾ പലപ്പോഴും ജീവിതത്തെ ശപിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്നു. പൂർവകർമ്മ ഫലമായി വന്നു ചേരുന്ന ദുഃഖങ്ങൾ ഏതൊരാളുടെയും ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാവർക്കും ജീവിതത്തിൽ ദുഃഖമുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്. ഇതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതില്ലാതെ ഈ ലോകത്തിൽ ഒരു വ്യക്തി പോലും ഇല്ല. എല്ലാവരുടെയും ജീവിതത്തിൽ അവരവരുടേതായിട്ടുള്ള പ്രവൃത്തികളുടെ ഫലമോ അല്ലാതെ ചിലപ്പോൾ ബ്രയൻ എൽ വൈസ് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയ പൂർവജന്മ കർമ്മഫലമോ ആയിട്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, വേദനകളുണ്ട്. എല്ലാം എല്ലാവർക്കും ഉണ്ട്, ഒരാൾക്ക് മാത്രമല്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെക്കുറിച്ച്, വരാൻ സാധ്യതയുള്ളതിനെക്കുറിച്ച്, വരാനിരിക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. എന്നാൽ ഈ നിമിഷത്തിൽ നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന ദുഃഖങ്ങളെ നമുക്ക് തീർച്ചയായും ഒഴിവാക്കാനാകും. ജീവിത സാഹചര്യങ്ങളെ പരിതാപമില്ലാതെ സ്വീകരിക്കാൻ പഠിക്കണം. ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനെ വിവേകപൂർവ്വം ഉപയോഗിച്ചാൽ വർത്തമാനകാലം മാത്രമല്ല, ഭാവിയും ശോഭനമാകും. വിഷമങ്ങളുടെ നടുവിലും ആന്തരികമായ ശാന്തി നുകരുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് സത്യം. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരിയുണ്ട്. അനവധി വരികളിൽ വളരെ പ്രധാനപ്പെട്ട 2 വരികളാണ്. ഗതാസൂന ഗതാസുംശ്ച ന അനുശോചന്തി പണ്ഡിത. ഈ ഒരു റിവർ, പുഴ ഇങ്ങനെ ഒഴുകുമ്പോൾ ആ വെള്ളം ഇങ്ങനെ വരും. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആ വെള്ളം നമ്മുടെ മുമ്പിലുണ്ടാവും. അത് കഴിഞ്ഞ് ആ വെള്ളം നമ്മളെ വിട്ടു പോകും. അതായത് വരുന്നതും കുറച്ചു നേരം മുമ്പിൽ നിൽക്കുന്നതും അതിനുശേഷം അത് പോകുന്നതും ചെയ്യുന്നു. ഗതാസൂന ഗതാസുംശ്ച ന അനുശോചന്തി പണ്ഡിത. ആ പുഴയുടെ വക്കിൽ താമസിക്കുന്നവരാരും തന്നെ ആ വെള്ളം എനിക്ക് വേണ്ടി അവിടെ നിൽക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിക്കാറില്ല. എന്തുകൊണ്ട്? ആ പുഴയിലെ വെള്ളം വരികയും അത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നിലനിൽക്കുകയും അതിനുശേഷം അത് പോവുകയും ചെയ്യുന്നു എന്നുള്ളത് പോലെ, അതിൽ ദുഃഖിക്കാത്തതുപോലെ അവസരങ്ങൾ വരും, ദുഃഖങ്ങൾ വരും, വേദനകൾ വരും, തടസ്സങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. അവയെ ഒന്നുകിൽ ഇല്ലാതെയാക്കാൻ ഉറച്ച മനസ്സോടുകൂടി ശ്രമിക്കുക. അല്ലെങ്കിൽ പല രോഗങ്ങളും ഉള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാണാൻ സാധിക്കും, കാലിന് സുഖമില്ലാത്ത എത്രയോ വ്യക്തികൾ, മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ, ന്യൂറോളജിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ, ക്യാൻസർ വന്നിരിക്കുന്ന രോഗികൾ, മറ്റ് അനവധി പ്രശ്നങ്ങളുള്ള വ്യക്തികൾ, ഓരോരുത്തരെയും നോക്കിയാൽ ഒന്ന് നമുക്ക് മനസ്സിലാവും, അവർ പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ 10,000-ൽ 1 അംശം പോലും നമുക്കില്ല. ജന്മനാൽ തന്നെ
പ്രശ്നങ്ങളുള്ള എത്രയോ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ എല്ലാം ദുഃഖം ഒന്ന് കണ്ട് കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ് CPA നമ്മളുടെ അവസ്ഥയും അവരുടെ അവസ്ഥയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് ആരാണ് യഥാർത്ഥത്തിൽ വേദനിക്കുന്നത് എന്നും നമ്മളുടെ വേദന യഥാർത്ഥത്തിൽ എത്രത്തോളം ഉണ്ടെന്നും അത് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടതെന്നും മാറ്റാൻ പറ്റാത്ത വേദനകളെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നമുക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തെ പരിഹരിക്കാൻ ഈ ലോകത്തിലെ മറ്റാർക്കും സാധിക്കില്ല. ടെലിഫോണിലൂടെ വിളിച്ച് ചോദിച്ചാലോ, ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നാലോ, ഒരു കൗൺസിലിംഗ് ഏജന്റിന്റെ അടുത്ത് ചെന്നാലോ താൽക്കാലികമായിട്ടൊരു പക്ഷേ പരിഹാരം കണ്ടു എന്ന് വരും. ഞാൻ രോഗിയാണ്, ഞാൻ പ്രശ്നത്തിലാണ്, ഞാൻ ബുദ്ധിമുട്ടിലാണ്, എനിക്കുള്ള അത്രയും പ്രശ്നം മറ്റാർക്കുമില്ല എന്നെല്ലാം ധരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും ആ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെ പ്രശ്നങ്ങളായി തീരുന്ന അവസ്ഥയുണ്ട്. വളരെ തമാശിന് ഡോക്ടർ ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു നമ്പൂതിരിയെ കുറിച്ച് പറയാറുണ്ട്. മലപ്പുറത്ത് താമസിക്കുന്ന ഒരു നമ്പൂതിരി, 84 വയസ്സായി, കട്ടിലിൽ കിടപ്പാണ്, വയ്യാതെ. ആ വൃദ്ധനായ വേദപണ്ഡിതനായ നമ്പൂതിരിയെ കാണാൻ ഡോക്ടർ ബാലകൃഷ്ണൻ നായർ പോയപ്പോൾ ആ നമ്പൂതിരി പറഞ്ഞു അത്രേ സുഹൃത്തിനോട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ദുഃഖമേ ഉള്ളൂ എന്ന്. എന്താ ദുഃഖം എന്ന് ചോദിച്ചപ്പോൾ, കുറേ ദിവസമായിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തത് കൊണ്ട് കുളിക്കാൻ പറ്റാറില്ല. അപ്പൊ കുളിക്കാൻ പറ്റാത്തത് കൊണ്ട് രാവിലെയും വൈകുന്നേരവും ഗായത്രി മന്ത്രം ജപിക്കാൻ പറ്റണില്ല. ഇപ്പൊ ഗായത്രി മന്ത്രം ജപിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം. ബാലകൃഷ്ണൻ നായർ ആ നമ്പൂതിരിയോട് യാത്ര പറഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് തീർത്ഥവാദ മണ്ഡപത്തിൽ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ആ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ പറയുകയുണ്ടായി, മനുഷ്യന്റെ ദുഃഖം ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഗായത്രി മന്ത്രം ജപിക്കാൻ നമ്മുടെ പൂർവികര് പറഞ്ഞിരിക്കുന്നത്. ആ നമ്പൂതിരിക്ക് ഗായത്രി മന്ത്രം ജപിക്കാൻ പറ്റണില്ല എന്നുള്ളത് തന്നെ ദുഃഖമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഏത് സംവിധാനമാണോ നമ്മുടെ ദുഃഖമില്ലാതെയാക്കാൻ വേണ്ടി നമുക്ക് തന്നത്, അത് തന്നെ ദുഃഖമായി മാറിയിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ ലിവിങ് ഓൺ നൗ എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നോ എന്നൊരു സംശയം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻ നൽകാനല്ല. ഇന്നലെ തന്നെ ഒരു 6-7 പേര് എന്നെ പല സ്ഥലത്തു നിന്നും വിളിച്ചിരുന്നു. അവരെല്ലാം വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവരെല്ലാം വിളിക്കാനുള്ള കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്നവരല്ല, യൂട്യൂബ് കണ്ടിട്ടായിരിക്കും വിളിക്കാനുള്ള സാധ്യത. ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മാനസികമായിട്ടൊരു പ്രോബ്ലം ഉണ്ട് എന്ന്. ശരിക്കും ആ കുട്ടിക്ക് മാനസികമായിട്ട് പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കുറേ നേരം സംസാരിച്ചപ്പോൾ മാനസികമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്നുള്ള തോന്നല. അപ്പൊ ആ കുട്ടി പറയുകയും ചെയ്തു, ഞാനൊരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നോർമൽ. ചിലപ്പോൾ ആ ടാബ്ലറ്റ് ലാസ്റ്റ് വരെ കഴിക്കേണ്ടി വരും. എന്നാലും നോർമൽ ആവാനുള്ള ഒരു ഭാഗ്യം, അവസ്ഥ, സയന്റിഫിക് കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ. പണ്ടാണെങ്കിൽ ഇങ്ങനെയുള്ള മരുന്നുകളില്ല. മാനസിക അസുഖം ഉണ്ടെങ്കിൽ അതും കൊണ്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ വളരെ കോസ്റ്റ്ലി അല്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ള മരുന്ന് ചിലപ്പോൾ കഴിക്കേണ്ടി വരും. വേറെ ചിലർക്ക് ചില സംശയങ്ങൾ തീർക്കണം. ആ സംശയങ്ങൾ തീർക്കാൻ കുവൈറ്റിൽ നിന്ന് അദ്ദേഹം വരാൻ പോവാണ് ഇവിടേക്ക്. ഞാൻ പറഞ്ഞു, ഈ സംശയങ്ങൾ തീർക്കാനുള്ള എത്രയോ സംവിധാനങ്ങളുണ്ട്, ഇതിനുവേണ്ടി കുവൈറ്റിൽ നിന്ന് ഇവിടം വരെ വരണോ? സംശയം എന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള സംശയങ്ങളാണ്. അപ്പോൾ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ധരിച്ച് വേണ്ടാത്തതായ ചില ചികിത്സകളുടെ പുറകെ പോയി നമ്മൾ അന്നന്ന് ജീവിക്കാൻ മറന്നു പോകുന്നു. പട്ടാളക്കാരൻ്റെ കഥ അമ്മ പറഞ്ഞതുപോലെ 15 ദിവസം കൂടെ താമസിക്കാൻ വരുമെന്ന് പറഞ്ഞ വ്യക്തിയുടെ ഡ്യൂറേഷൻ 5 ദിവസമായി കുറച്ചപ്പോൾ ആ 5 ദിവസം കൊണ്ട് 15 ദിവസത്തെ സന്തോഷം നുകരുന്നതിന് പകരം 5 ദിവസവും 15 ദിവസം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നഷ്ടപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുന്നില്ലേ?
അവനവന്റെ പ്രശ്നം അവനവനല്ലേ പരിഹരിക്കേണ്ടത്. പോകുന്നതിനെ ഉപേക്ഷിക്കാൻ അറിയണം, വരുന്നതിനെ അപേക്ഷിക്കാൻ അഥവാ സ്വീകരിക്കാൻ അറിയണം. നമ്മുടെ ജീവിതത്തെ നരകമാക്കുന്നത് വേറെ ആരുമല്ല. നമുക്ക് ധാരാളം സ്പെയർ ടൈം ഉണ്ട്. ആവശ്യമില്ലാത്ത സമയം നമ്മൾ വെറുതെ ചിന്തിക്കാനും വേവലാതിപ്പെടാനും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മക്കളുടെയോ പ്രശ്നങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ധരിക്കാനും എന്നിട്ട് ആ പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കിടാനും അങ്ങനെ ജീവിതം ദുരിതപൂർണമാക്കാനും പിന്നെ ജ്യോത്സ്യൻ്റെയും ജാതകത്തിൻ്റെയും പുറകെ പോകാനും ചൊവ്വാദോഷവും അല്ലാത്ത ദോഷത്തിൻ്റെയും പുറകെ പോകാനും ഇതെല്ലാം നന്മയും പുണ്യവുമാണെന്ന് തെറ്റിദ്ധരിക്കാനും തുടങ്ങി ജീവിച്ചാൽ ശരിക്ക് പറഞ്ഞാൽ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മുടെ സ്വർഗവും നരകവുമെല്ലാം നമ്മൾ തന്നെയാണ് പണിയുന്നത്. വി ക്രിയേറ്റ് അവർ ഓൺ ഹെവൻ ആൻഡ് വി ക്രിയേറ്റ് അവർ ഓൺ ഹെൽ. റിമെമ്പർ ദാറ്റ് ഇഫ് ഐ കനോട്ട് convert myself from negative to positive, then nobody else in this world can support me. Nobody in this world can solve my problem. Many of the problems I create by myself through my mental attitude, through my mental vision, through my suspicion, and through my bad type of thinking. And when the negative thoughts enter into my mind, I automatically start thinking about the negatives. Those negatives will be directly reflecting in my action, and the result of the action, then I start cursing myself, and also I start cursing my surroundings and environment. I start cursing that my birth, my Janma is one of the worst birth in this world. Then going on cursing myself, going on cursing my friends, relatives and colleagues, then I make my heavenly life just hellish, I will say. I create my own hell. I suspect everything in this world. I think that my health is not proper. I think that I have got mental problem. I think that my children are not studying because they are not good. I think that my wife is not suitable for me because horoscope matching did not tally. All these problems, one after the other, creep into my mind, and myself I create hell for me. So my request to you, past is already gone. Even if past is gone, learn as much as possible from the past. Any mistakes you have committed in the past, try to correct in the present, but don't go on worrying about the past. Past is the water which has already flown out. Past is gone out. As I told you earlier, past is the cancelled check which cannot be used at all. Present is ready, cash in the hand. Live now without much ego, without fear, without thinking about the problems that we may be facing in the future. These are all silly things if you look deep into the issue. And I request you that one, if you cannot create a heaven for you, nobody else can. Nobody else can make your life happy, comfortable, peaceful. We have to do it. Prayer is good and horoscope is not bad. Vastu is not bad. But it should be used properly by the proper people. Now 99.9% of the people use the horoscope or astrology or vastu or puja or spiritual religious activities merely not for solving the problem but for creating the problem. When we create our own problem, then the solution will become very difficult. When somebody else create problem for us, our mind and body will generally get ready for solving that problem. But when we start creating problem for ourselves from our own internal consciousness, then
Even outside people cannot solve that one, because we are the creator of the problem. Unless we solve our problem, who else can solve our problem? Again I repeat you that one. I'm not talking about the philosophy, but it is the reality. Just to see many of the politicians, how much thickness they have got for their skin. Every minute, every day, they are facing the problem, but they are not getting tired out of the problem. They are not becoming weak on the problem. They are so strong. Perhaps that may be the reason why no politician in India get heart attack. They live the whole span of their life exclusively because of their strength of the mind, and as a result of the strong mind, strong heart also they have got. So with these two strength, they face every negative in the simplest possible way and march forward in their life, facing both success and failure, even though they are spiritually far away from the needed point of knowledge. But we, majority of us, got elevated through spirituality and know very good philosophy, and majority of us follow Satyam, Dharmam, Niti, Nyayam. Still we worry too much about the past, we worry too much about the future, and we do not think about the glorious life what we can experience in the present. So generally everyone can advise you to become normal, but the best way Indian Institute of Scientific Heritage Workers would like to inform you that live a happy today. Live a happy today. What you have done yesterday and what you have not done yesterday should not create a problem for you today. What you have done today, what you have not done today, these two should not create a problem for you for tomorrow. So your past action should never create a problem for you today. This present and present action should not create a problem for you in the future. This decision you have to take and try to smile, try to laugh, try to enjoy, try to be comfortable, try to be peaceful, and that too through positive action. So sustainable and permanent happiness should be our ultimate goal, not temporary happiness. Majority of the people look for temporary happiness that can create problem in the future. With these words, I would like to conclude by saying thank you very much. Pranams to you.